നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങുവാണ്. ക്രിസ്മസ് രാവാണ് വരുന്നത്. അപ്പൊ അതിന്റെ സന്തോഷത്തിലായിരുന്നു കിരണും കല്യാണി എല്ലാരും. കാരണം ഈ ക്രിസ്മസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്യാണി കിരണും കൂടെ ഒന്നിച്ചേർന്നിട്ട് 5 വർഷം ആകുവാണ്. കല്ലുമോനാണെങ്കിലോ 3 വയസ്സാകാൻ പോവാ. ഇതെല്ലാം കിരൺ കല്യാണിയോട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും കല്യാണി പറഞ്ഞു, അതിനെന്താ കിരണേട്ടാ, അതെന്താന്നോ? അതെ, ഇനിയിപ്പോ അടുത്ത ക്രിസ്മസ് വരുമ്പോഴത്തേനും കല്ലുമോന് കൂട്ടായിട്ട് ഒരാളും കൂടെ വേണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, പോ കിരണേട്ടാന്നൊക്കെ പറയണേ. അതേ വേണം, കല്ലുമോനൊരു കൂട്ട് വേണമെന്ന് പറയാ. ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഗംഗാപ്രസാദിന്റെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ കാർത്തികയുടെ കല്യാണം കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചില്ലേ, അതുകൊണ്ട് നമുക്ക് പിന്നെ ധൈര്യമായിട്ടിരിക്കാന്ന് പറയണം. കല്യാണി പറഞ്ഞു, കിരണേട്ട ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് നല്ല പേടിയുണ്ട് കിരണേട്ട. എന്തിനാ പേടിക്കണേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനല്ലേ പറയണേ. എന്തു വന്നാലും ഞാൻ നിന്റെ കൂടെ ഇല്ലേ. ഇനിയിപ്പോ ആ ഗംഗാപ്രസാദ് വരാനൊന്നും പോകുന്നില്ല. കാർത്തികയുടെ കല്യാണം അതിഗംഭീരമായിട്ട് തന്നെ നമ്മൾ നടത്തുക തന്നെ ചെയ്യും. പിന്നെ ആ സ്റ്റെഫി ജയിലിൽ നിന്ന് ഇറങ്ങി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ പറയുന്ന ഗംഗാപ്രസാദിന്റെ കൂട്ടാളികൾ ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ അവരെന്തേലും പ്ലാനുകളൊക്കെ തയ്യാറാക്കുമായിരിക്കും. പക്ഷെ അതും കൊണ്ടൊന്നും ആയില്ല കല്യാണി. നമ്മൾ എന്താണെങ്കിലും നല്ല രീതിയിൽ എല്ലാം നോക്കിയും കണ്ടതിന് ശേഷം മാത്രമേ കാർത്തികയുടെ കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ പോകുന്നുള്ളൂ. നല്ല പ്രൊട്ടക്ഷനോട് കൂടി തന്നെയായിരിക്കും. അതുകൊണ്ട് അവന്മാർക്ക് ആർക്കും അങ്ങോട്ടേക്കൊന്നും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണിക്ക് കിരൺ ധൈര്യം കൊടുത്തു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവരിരുവരും. ഈ സമയത്ത് ഗംഗാപ്രസാദ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. കാരണം ക്രിസ്മസ് ആണ്, ഇപ്പോഴാണ് തനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റിയ സമയം. ഈ മുഖംമൂടി തനിക്കൊരു മറയാണ്. ഇത് മുഖത്ത് വെച്ച് ഒരു പാപ്പയുടെ വേഷം കെട്ടിയ ആരും തന്നെ തെറ്റിദ്ധരിക്കില്ല. തന്റെ മുഖം ആരും കാണാനും പോകുന്നില്ല. ആരും മുഖം മൂടി മാറ്റി നോക്കാൻ പോകുന്നില്ലോ. കാരണം കരോളുകാരൊക്കെ ഇറങ്ങും. അപ്പൊ അവരുടെ കൂടെ കൂടുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഉഷാറാകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗംഗാപ്രസാദ് എന്ത് ചെയ്യണം, കാട്ടിൽ നിന്ന് ചാടാൻ തന്നെ തീരുമാനിച്ചു. ഒരു കാരണവശാലും താൻ പോകുന്ന കാര്യമൊന്നും അമലുവിനോട് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വിടില്ല എന്നറിയാം. പോരാത്തനെ അവൾ ഗർഭിണിയാണോന്ന് ഇപ്പൊ അവൾക്ക് സംശയം കൂടെ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തില് പിന്നെ താനൊരു ക്രൂരനാണ്, താനൊരു കൊടും ക്രിമിനലാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് തന്നെയായിരിക്കും തന്നെ തീർക്കാൻ പോകുന്ന. അവളായിരിക്കും തന്റെ ഏറ്റവും വലിയ ശത്രു. അതൊക്കെ ഗംഗാപ്രസാദിന് നന്നായിട്ടറിയാം. അങ്ങനെ അന്ന് വൈകുന്നേരം ആഹാരം കഴിക്കാനായിട്ട് അമലു വന്ന് വിളിക്കുകയാണ്. ഗംഗാപ്രസാദ് പോയി ആഹാരം കഴിക്കുന്ന സമയത്ത് അമല് ഗംഗാപ്രസാദിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഈ സമയം ഗംഗാപ്രസാദ് മനസ്സിൽ പറഞ്ഞു, ഇന്നൊരു രാത്രിയും കൂടി ഉള്ളടി ഞാൻ ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് കടക്കും. നീയൊന്നും ഒരിക്കലും അറിയാൻ പോകുന്നില്ല ഞാൻ എന്താ ഏതാന്ന് എനിക്കറിയത്തില്ലല്ലോ. നാളെ മുതൽ നീ ഇവിടെ കണ്ണീരും കയ്യുമായിട്ടിരിക്കും. ഞാൻ വരുന്നേം കാത്തോണ്ട്. പിന്നെ ഇനിയിപ്പൊ എന്നെ കണ്ടല്ലേ നാട്ടിൽ പോയി വക വരുത്താനുള്ളവരെയൊക്കെ വകയിരുത്തിയിട്ട് ഞാൻ സ്റ്റെഫിയായിട്ട് പോവുക തന്നെ ചെയ്യും. അപ്പൊ സ്റ്റെഫിയെ ജയിലിൽ കൊണ്ട് അടച്ച കാര്യമൊന്നും ഗംഗാപ്രസാദിനോട്ട് അറിയത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗംഗാപ്രസാദ് കാത്തിരുന്നു. അന്ന് രാത്രിയായി. ഈ സമയം വേലുവിന് നല്ല ടെൻഷനായിരുന്നു. വിനായകൻ എന്ന് പറയുന്ന അവൻ ഇവിടുന്ന് പോകുവാണെങ്കിൽ രക്ഷപ്പെട്ടേന, തനിക്ക് തന്റെ പെണ്ണിനെ കിട്ടിയേനോന്ന് ചിന്തിയ. പാപത്തിനും അറിയില്ലല്ലോ ഗംഗാപ്രസാദും അമലും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടുണ്ടെന്ന്. അവളിപ്പം വയറ്റിലൊരു കുഞ്ഞിനെ പേറി ഇരിക്കുന്നുള്ള കാര്യമൊന്നും ഈ പറയുന്ന വേലുവിന് അറിയത്തില്ല. അവൻ പാവം. ഇവൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ പെണ്ണിനെ തനിക്ക് കിട്ടൂലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ഉറങ്ങണ സമയത്ത് ഗംഗാപ്രസാദ് എന്ത് ചെയ്തു, ആ ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖംമൂടി വേഷമൊക്കെ എടുത്തു. അപ്പൊ അവിടെ അടുത്തൊരു പള്ളിപ്പെരുന്നാൾ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അമലുവിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരുന്നായിരുന്നു ഈ ക്രിസ്മസ് അപ്പൂന്റെ മുഖംമൂടി വേഷവിധാനങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ ഒരു കവറിനകത്തൊക്കെ എടുത്തു. അതിനുശേഷം എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് അവിടെ നിന്ന് ഇറങ്ങി ഗംഗാപ്രസാദ് കാടിറങ്ങുവാണ്. അവനിത് വല്ലതും പുത്തിരിയായിട്ടുള്ള കാര്യമാണോ? അവന് വഴികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. 1-2 ദിവസം അവന് കാട്ടിക്കൂടെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഏത് വഴി പോയിട്ടുണ്ടെങ്കിൽ പുഴയുടെ അടുത്തെത്താന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ നന്നായിട്ട് പഠിച്ചു വെച്ചു. പിന്നെ ഇപ്പൊ അവന് പഴയതുപോലെ പേടിയൊന്നുമില്ല. കാട്ടില് മൃഗങ്ങൾ വന്ന് ശല്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ വരുമോന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അവനും പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കയ്യിലൊക്കെ ഒരു കത്തിയും കരുതിയിട്ടാണ് അവൻ അവിടുന്ന് ഇറങ്ങുന്നതന്നെ. കാരണം വേറെ ആയുധങ്ങളൊന്നും കയ്യിലില്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ ചിലരെയൊക്കെ തീർക്കാനുണ്ട്. അപ്പൊ കത്തി കറക്കുന്നതിലെ വിദ്വാനാണ് അവന്. അങ്ങനെ അവൻ എന്ത് ചെയ്യുക, പുഴയൊക്കെ കടന്ന് നേരെ നാട്ടിലേക്ക് എത്തുവാണ്. ഇതേ സമയത്ത് ക്രിസ്മസ് രാവാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കാർത്തികയാണെങ്കിലും ലക്ഷ്മി അമ്മയാണെങ്കിലും
ഭയങ്കര സന്തോഷത്തില. ഇനി കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെയാ. പിന്നീട് ലക്ഷ്മിയമ്മ കാർത്തികയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ ഈ ക്രിസ്മസിന്റെ പ്രത്യേകത നിനക്കറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിക പറഞ്ഞു, അമ്മേ അവനില്ലാത്ത ക്രിസ്മസ് അല്ലേ, നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കാലോ. പക്ഷെ ദീപാന്റിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു. ആ ദുഷ്ടന് ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കല്യാണിന്റെ അമ്മ ജീവിച്ചിരുന്നേനോ അല്ലേ. അതേ മോളെ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇനി വരാനൊന്നും പോകുന്നില്ല. ആ ദുഷ്ടന്റെ കഥ കഴിഞ്ഞത് തന്നെയാ. പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞു, ആ സ്റ്റെഫി ഇപ്പൊ ജയിലിൽ കിടക്കുന്നുണ്ട്. അവളുടെ ഏറ്റവും വലിയ ദേഷ്യം വരെയൊക്കെ നമ്മളോടൊക്കെ ആയിരിക്കും. കാരണം അവളുടെ ഭർത്താവാൻ പോകുന്ന കാമുകനെ ഇല്ലാതാക്കിയത് നമ്മളൊക്കെ ചേർന്നിട്ടല്ലേ. അപ്പൊ അതിന്റെ ദേഷ്യം വരെയൊക്കെ കാണും. ഒരു കാരണവശാലും മോളുടെ കല്യാണം നടത്താതിരിക്കാൻ വേണ്ടി അവള് മാക്സിമം ശ്രമിക്കും. പിന്നെ അവള് ജയിലിലായതുകൊണ്ട് പകുതി സമാധാനമുണ്ട്. എങ്കിലും ഈ പറയുന്ന ഗംഗാപ്രസാദിന്റെ ഗുണ്ടകൾ പുറത്തുണ്ടല്ലോ, അവരെ വെച്ചിട്ട് എന്തെങ്കിലും പ്ലാനുകളൊക്കെ നടത്തുമായിരിക്കും. പക്ഷെ അതൊന്നും ബലവത്താൻ പോകുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോ കാർത്തി പറഞ്ഞു, അത് ശരിയാമേ. ഗംഗാപ്രസാദ് മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്റ്റെഫിക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നല്ലേ. അതെ മോളെ, അങ്ങനെ ജീവിക്കാനിരുന്ന ആ സമയത്താണല്ലോ ഗംഗാപ്രസാദ് മുകളിലേക്ക് പോയത്. ഇനി അവന്റെ ശല്യം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. കാർത്തി പറഞ്ഞു, എന്നാലും എനിക്ക് നല്ല പേടിയുണ്ടമ്മേ. കാരണം അവനായതുകൊണ്ട് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. അവന്റെ സ്വഭാവം ആയതുകൊണ്ട് വെട്ടിയിട്ടാലും മുറി കൂടി വരുന്ന ഇനവല്ലേ. പിന്നെ അവന്റെ ബോഡിക്കും കൂടെ കിട്ടാത്തതുകൊണ്ട് ആ ഒരു ടെൻഷൻ അവർക്ക് ഇപ്പോഴും ഉണ്ട്. അതെല്ലാവർക്കും തന്നെ ഇടയ്ക്ക് മനസ്സിലുണ്ടാവുന്നുണ്ട്. ഗംഗാപ്രസാദ് വന്നില്ലെങ്കിലും ഒരു പക്ഷെ അവൻ ജീവനോടെ ഉണ്ടോ എന്നൊരു സന്ദേഹം എല്ലാവരുടെ മനസ്സിലുണ്ട്. അവനെ കൊന്നിട്ട് അവന്റെ ബോഡിയും കൊണ്ട് കിരൺ വന്നായിരുന്നെങ്കിൽ എല്ലാവരും അത് വിശ്വസിച്ചാനും. പക്ഷെ എല്ലാവരുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാർത്തിയെ കല്യാണി വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് കുറെ സമയം സംസാരിച്ചിട്ട് കോള കട്ട് ചെയ്യുന്നേ. അതിനുശേഷം കാർത്തിയെ മുറിയിലേക്ക് അങ്ങോട്ട് പോയി. ഈ സമയത്ത് ലക്ഷ്മി അമ്മ ഹാളിലുണ്ടായിരുന്നു. ഇതേ സമയം ക്രിസ്മസ് കരോളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഗാപ്രസാദ് എന്ത് ചെയ്തു, നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ക്രിസ്മസ് പാപ്പയുടെ വേഷം കൊടുത്ത് ധരിച്ചു. ഹാ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. തന്നെ കണ്ടാൽ ഇപ്പൊ ആർക്കും തിരിച്ചറിയാനൊന്നും പറ്റില്ല. അല്ലേലും ആര് തിരിച്ചറിയാനായിട്ടാ, തന്റെ മുഖം കാണുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഗംഗാപ്രസാദ് പോവാണ്. കാർത്തികയുടെ ലക്ഷ്മിയമ്മയുടെയും വീട് ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ പോണ സമയത്താണ് ഗംഗാപ്രസാദ് ആ കാഴ്ച കാണുന്നത്. കുറച്ച് കരോളുകാരൊക്കെ പോകുന്നേ. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഇവരോടൊപ്പം കൂടുക തന്നെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അവരോടൊപ്പം കൂടുകയാണ്. അവരും അത്ര മൈൻഡ് ചെയ്തില്ല. കാരണം കുറെ ആൾക്കാർ കിടന്ന് തുള്ളുവല്ലേ. അപ്പൊ തുള്ളുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് ജോയിൻ ചെയ്താൽ അത്ര ശ്രദ്ധിച്ചില്ല. ഒരു പാപ്പയും കൂടെ കൂടുതൽ വന്നു. അങ്ങനെയായിരുന്നു അവരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഒടുവില് കാർത്തികയുടെ ലക്ഷ്മി അമ്മയുടെ ഒക്കെ വീണ്ടും മുന്നിൽ വന്നിട്ട് ക്രിസ്മസ് കരോളുകാര് അങ്ങനെ ഗാനമൊക്കെ ആലോപിച്ച് ഡാൻസ് കളിക്കുകയാണ്. ആ സമയത്ത് കാർത്തികയെ ലക്ഷ്മിയമ്മയും കൂടെ അവിടെ വന്നു. അവരെന്നിട്ട് അവർക്ക് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് അവരും കൂടെ പോയി. കാർത്തിക മുറിയിലേക്കും കയറി പോവാണ്. ലക്ഷ്മിയമ്മ കഥ അടയ്ക്കാനായിട്ട് അങ്ങോട്ട് വന്നു. കഥ അടയ്ക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ക്രിസ്മസ് പാപ്പ പോയില്ലേ, അവിടെ നിൽക്കുന്ന കണ്ടു. ലക്ഷ്മിയമ്മ ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ടുപോയി. പെട്ടെന്ന് ക്രിസ്മസ് പാപ്പ എന്ത് ചെയ്തു, അകത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് അവന്റെ കയ്യിൽ നിന്ന് കത്തിയെടുത്ത് അവൻ കറക്കുക. അപ്പോഴേക്കും അപകടമെടുത്തു, ഇത് ഗംഗാപ്രസാദ് അല്ലേന്ന്. കാരണം അവനിങ്ങനെ കത്തി കറക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. മുഖം മൂടി വെച്ചിരുന്നോണ്ട് മുഖം ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലക്ഷ്മിയമ്മയ്ക്ക്. പക്ഷെ ആ കത്തി കറക്കൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി ഇത് ഗംഗാപ്രസാദ് എന്നുള്ള കാര്യം. ഒരു നിമിഷം അന്തം വിട്ട് ഞെട്ടലോട് കൂടിയിട്ട് ലക്ഷ്മിയമ്മ നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. ഇനിയിപ്പം എന്തായിത്തീരുന്നൊക്കെ നാളത്തെ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം. ഇനിയിപ്പോൾ ആരെങ്കിലും സ്വപ്നം കാണുന്നതാണെന്ന് അറിയത്തില്ല. എല്ലാ തവണ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ആരെങ്കിലും സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ അവനും വഴിയുണ്ട്, അതിനുള്ള ചാൻസും കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ അവൻ നേരിട്ട് വന്നാണെങ്കിൽ ലക്ഷ്മിയമ്മയെ കുത്താനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കിരൺ വെറുതെ വിടത്തില്ല. അവനെ അവിടെ ഇട്ട് പിടികൂടുക തന്നെ ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.